കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ശ്രീ മഹാദേവി നമ. 12ാമത്തെ അധ്യായത്തിൽ ഭാഷ്കളനും ദുർമുഖനും അവരുടെ പ്രേഷനാണ് വർണ്ണിക്കുന്നത്. തൻ്റെ പ്രഭുവിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി ഇങ്ങനെ വർണ്ണിക്കുന്ന താമ്രനോട് ദേവി ചിരിച്ചും കൊണ്ട് എന്നാലും ഇടിവെട്ടുന്ന ശബ്ദത്തിൽ പറഞ്ഞു, അല്ലയോ താമ്ര, കാമാർത്ഥനായി ബുദ്ധിയില്ലാതെ ഓരോന്നും ജൽപ്പിക്കുന്ന നിന്റെ രാജാവിനോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെന്ന് പറയണം. എന്താ, സദ്ഗുണസമ്പന്നരായ ത്രിമൂർത്തികൾ, ദേവന്മാർ തുടങ്ങിയവരെ പോലും ഞാൻ കാമിക്കുന്നില്ല. എന്നിട്ട് വേണ്ടേ നീ എരുമവർഗത്തിൽപ്പെട്ട നിന്റെ യജമാനെ കാമിക്കുമോ? നീ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ എൻ്റെ യജമാന്റെ പട്ടം വീശാകൂ എന്ന്. സമന്മാർ തമ്മിലാണ് വിവാഹം നടക്കേണ്ടത്. എനിക്ക് നാഥനായി സർവസാക്ഷീഭൂതനായ പരമാത്മാവുണ്ട്. എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന പരമമംഗളനായ ശിവനെ വേണ്ടെന്ന് വെച്ചൊരു മുത്ത് നരച്ച പോത്തിന് ഞാൻ സ്വീകരിക്കുന്നു നീ കരുതുന്നുണ്ടോ വിഡ്ഢി? നിന്റെ അതിമോഹം വെടിഞ്ഞ് യുദ്ധത്തിന് പുറപ്പെട്ടാലും നിന്നെ ഞാൻ യമരാജാവിന് വാഹനമാക്കും, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് വെള്ളം ചുമക്കാനുള്ള വാഹനമാക്കുന്നുണ്ട്. ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വർഗം വെടിഞ്ഞ് പാതാളത്തിലേക്ക് പോകുവിൻ. അതിന് സമ്മതമില്ലെങ്കിൽ സൈന്യത്തോടു കൂടി വന്ന് യുദ്ധം തുടങ്ങിയാലും ദേവി നല്ല ഭാഷയിൽ പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ദേവി ഉറക്കെ ഗർജിച്ചു. ആ ശബ്ദം കേട്ട് ദിഗന്ധങ്ങൾ ഞെട്ടിത്തരിച്ചു. ഭൂമിയും പർവ്വതങ്ങളും കുലുങ്ങി. ദൈത്യസ്ത്രീകളുടെ ഗർഭാദശി പോയി എന്നാ പറയുന്നത്. ആ ശബ്ദം കേട്ട് താമ്രന് ഞെട്ടി മനുഷ്യന്റെ സമീപത്തേക്ക് ഓടിപ്പോയി. വർണ്ണഭേദകമായ ആ ശബ്ദം കേട്ട് അസുരന്മാർ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഈ ബഹളം കേട്ട് ദേവിയുടെ വാഹനമായ സിംഹം കുടഞ്ഞു ഗർജിക്കാനും തുടങ്ങി. താമ്രൻ ഒറ്റക്ക് തിരിച്ചു വന്നത് കൊണ്ട് മനുഷ്യൻ ചിന്താവിഷ്ടനായി. എന്താ ഈ പെൺകുട്ടി വരാഞ്ഞെന്നാണ്. വേഗം മന്ത്രിമാരെ വിളിച്ചു വരുത്തി ചോദിച്ചു, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സൈന്യങ്ങളെ കൂട്ടി യുദ്ധത്തിന് പുറപ്പെടുകയോ അതോ സ്വർഗം വിട്ട് ഓടിപ്പോകുക? എന്താണ് വേണ്ടത് എന്ന് കാര്യമായി ആലോചിക്കുവാൻ. സജീവന്മാരുടെ ബുദ്ധിപാഠവത്തിലാണ് രാജ്യത്തിന്റെ നിലനിൽപ്പ്. മന്ത്രം പിഴച്ചാൽ രാജ്യത്തിനും രാജാവിനും നാശം സംഭവിക്കും. മംഗളം ഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ രഹസ്യമായി കാര്യങ്ങൾ നോക്കി നടത്തണം. കാലദേശങ്ങൾക്കനുസരിച്ച് ബുദ്ധിമാന്മാരായ മന്ത്രിമാർ രാജാക്കന്മാർക്ക് നീതി ഉപദേശിക്കണം എന്നൊക്കെ ഈ മഹിഷൻ തന്റെ മന്ത്രിയോട് പറയുകയാണ്. ദേവന്മാർ സൃഷ്ടിച്ച് സൈന്യങ്ങളെ കൂടാതെ ഒറ്റക്ക് വന്ന ശക്തയായ ഈ സുന്ദരി ഇവിടെ ഉദ്ദേശം എന്തെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇവൾ യുദ്ധം കൊതിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇതുകൊണ്ട് ഗുണമോ ദോഷമോ ഉണ്ടാകാൻ പോകുന്നെന്ന് ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അറിയുമോ ആർക്കെങ്കിലും? സൈന്യത്തോടുകൂടി വന്നിരുന്നെങ്കിൽ ജയം പ്രതീക്ഷിക്കാമായിരുന്നു. ഒറ്റക്ക് വന്ന സ്ഥിതിക്ക് തോൽക്കാനാണ് സാധ്യത. എന്തൊക്കെയായാലും ജയപരാജയങ്ങൾ ദൈവനിശ്ചിതമാണ്. യുക്തിവാദികൾ പറയുന്നു, ദൈവത്തിന് ആരാണ് കണ്ടിട്ടുള്ളത്? ദൈവം അദുഷ്ടനാണ് എന്ന് വിദ്വജ്ജനങ്ങളും പറയുന്നു. ദൈവത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് മൗനം പാലിക്കുകയെ നിവൃത്തിയുള്ളൂ. എന്തായാലും ഏത് കാര്യം നേടാനും പരിശ്രമം വേണം. എല്ലാ കാര്യത്തിന്റെയും ഗതിവിഗതികൾ ചിന്തിച്ച് വേണ്ടത് ചെയ്യണം. ദൈത്യന്റെ കാര്യപ്രസക്തമായ വാക്കുകൾ കേട്ട് മന്ത്രിയായ വിടാലൻ പറഞ്ഞു, രാജൻ, ഈ സുന്ദരിയുടെ വരവിന്റെ ഉദ്ദേശവും അവളുടെ ഭർത്താവ് ആരാണെന്നും മനസ്സിലാക്കണം. സ്ത്രീയുടെ കൈകൊണ്ടേ അങ്ങ് മരിക്കൂ എന്നൊരു വരവുണ്ടല്ലോ. അത് മനസ്സിലാക്കി ദേവന്മാർ സ്വന്തം തേജസ് കൊണ്ട് സൃഷ്ടിച്ചതാവാം ഈ സുന്ദരിയെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവളുമായി ഉണ്ടാവുന്ന യുദ്ധം കാണാൻ അവർ ആകാശത്ത് മറിഞ്ഞു നിൽക്കുകയാവും. വേണ്ടി വന്നാൽ അവർ സഹായത്തിനെത്തുകയും ചെയ്യും. ആ സുന്ദരിയെ മുൻനിർത്തി ഞങ്ങളെയും അങ്ങയെയും വധിക്കാനായിരിക്കും അവരുടെ പദ്ധതി. ഇതാണ് അവരുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫലം എന്താണെന്ന് പറയുവാൻ ഞാൻ സമർത്ഥനല്ലാതാനും. യുദ്ധം വേണ്ടെന്ന് പറയാൻ ഞങ്ങൾക്കാവില്ല. അങ്ങയ്ക്ക് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അങ്ങയെ സേവിക്കേണ്ടവരല്ലേ സേവകരായ ഞങ്ങൾ. ഒറ്റക്കൊരു സ്ത്രീ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് താനും. ദുർമുഖൻ പറയുന്നു, യുദ്ധത്തിൽ ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഒരു ചർച്ച ഉണ്ടായാൽ എല്ലാവരും സംസാരിക്കണമല്ലോ. എന്നാൽ പിന്തിരിഞ്ഞു പോരുന്ന ദുഷ്കീർത്തി ഉണ്ടാക്കുകയും ചെയ്യും.
ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരോട് പൊരുതി ജയിച്ച നമ്മൾ ഒരു പെണ്ണിനെ പേടിച്ച് മടങ്ങാമോ? ജയമോ മൃത്യുവോ എന്തു തന്നെ സംഭവിച്ചാലും ശരി, യുദ്ധം ചെയ്യുക തന്നെ വേണം. ജയം സംഭവിച്ചാൽ യശസ് നേടാം. രണ്ടായാലും നേരിടുക തന്നെയാണ് ഭംഗിയെന്ന് ദുർമുഖൻ പറയുന്നു. ദുർമുഖന്റെ ഭാഷണം കഴിഞ്ഞപ്പോൾ വാക്ചാതുര്യമുള്ള ഭാഷ്കളൻ പറയാൻ തുടങ്ങി. പ്രഭോ, വീരുക്കൾക്ക് മാത്രമേ ഭയം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഒറ്റക്ക് പോയിട്ട് ആ ചണ്ഡികയെ നേരിട്ട് കൊള്ളാം. ഉത്സാഹവും സ്ഥൈര്യവും ഉണ്ടായേ തീരൂ. ഭയം വീരരസത്തിന്റെ ശത്രുവാണ്. അതുകൊണ്ട് ഞാൻ ഭയം കൂടാതെ അവളെ നേരിട്ട് യമപുരിക്കയക്കാം. യമൻ, കുബേരൻ തുടങ്ങിയവർ എനിക്ക് തൃണസമാനരാണ്. പിന്നെ എന്തിനാണ് ഒറ്റക്ക് വന്ന് ഇവളെ ഭയപ്പെടുന്നത് ഞാൻ? അങ്ങ് എന്റെ കയ്യൂക്ക് കൊണ്ട് രസിച്ചിരുന്നാ മതി. ഇന്ന് ഞങ്ങളോട് കൂടി പോരേണ്ട. ഇവിടെ സുഖമായിരുന്നാ മതി അങ്ങ് എന്ന് പറഞ്ഞു. ആര്? ഈ ഭാഷ്കളൻ. അഹങ്കാരത്തോടെ ഭാഷ്കളൻ മനുഷ്യനോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ മറ്റൊരു മന്ത്രിയെ ദുർധരൻ എഴുന്നേറ്റ് പറഞ്ഞു. 18 കൈകളെന്തി ദിവ്യായുധമേന്തി ദേവന്മാർ സൃഷ്ടിച്ച ഈ വരാങ്കനെ ഞാൻ ജയിക്കുന്നുണ്ട്. അങ്ങയെ ഭയപ്പെടുത്താൻ ദേവന്മാർ സൃഷ്ടിച്ച ഈ മായാപ്രയോഗം അവരുടെ പിത്തകാട്ടമെന്ന് കരുതി ധൈര്യത്തോടെ ഇരുന്നാലും. മന്ത്രിധർമ്മം 3 വിധത്തിലാണ്. സാത്വികൻ, രാജസൻ, താമസം. സ്വന്തം ശക്തി കൊണ്ട് കാര്യം നടത്തുന്ന സാത്വികന്മാര്. ധാർമ്മികരായവർ സ്വന്തം കാര്യങ്ങളും പ്രഭുവിന് വിരോധം വരാത്ത വിധത്തിൽ ചെയ്യും. രാജസപ്രകൃതക്കാർ എന്ത് ചെയ്യുന്നു? സ്വന്തം കാര്യം നോക്കിയതിനു ശേഷമേ സ്വാമിയുടെ കാര്യം നിവർത്തിക്കുകയുള്ളൂ. ഞാൻ എന്നെ സ്വയം രക്ഷിക്കട്ടെ, എന്നിട്ട് പിന്നെ സ്വാമീനെ രക്ഷിക്കാന്നാണ്. താമസ സ്വഭാവമുള്ളവരെന്ത് ചെയ്യും? ഇതിലും കഷ്ടാണ് അവരുടെ കാര്യം. സ്വാർത്ഥതൽപരൻ, ലോഭചിന്തയുള്ളവരായിരിക്കും. അവർ തന്റെ പ്രഭുവിന്റെ കാര്യങ്ങൾ നോക്കാതെ അവനവന്റെ കാര്യം നേടാൻ ശ്രമിക്കും. ഇത്തരക്കാർ ചാരവൃത്തി ചെയ്യാൻ താല്പര്യം കാണിക്കും. സമയം വരുമ്പോൾ ശത്രുപക്ഷത്തേക്ക് മാറി പ്രഭുവിന് ദോഷത്തെ ഉണ്ടാക്കുകയും ചെയ്യും. ഇത്തരക്കാരെ വിശ്വസിക്കാനേ കൊള്ളൂല. ഏതായാലും ഞാൻ പോയി യുദ്ധം ആവശ്യമായി വന്നാൽ അത് ചെയ്യാം. രാജൻ, അങ്ങ് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കൂ. ഞാൻ യുദ്ധം ചെയ്ത് ജയിച്ച് ആ വരാങ്കനെ കെട്ടി വരിഞ്ഞ് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരാം. എൻ്റെ ധൈര്യവും ശക്തിയും കൊണ്ട് ഞാൻ എൻ്റെ പ്രഭുവിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന് ഈ ഭാഷ്കള പറഞ്ഞു. അങ്ങനെയാണ് ഈ 12-ാം അധ്യായം സമർപ്പിക്കുന്നത്. ഇനിയിപ്പോ 13-ാമത്തെ അധ്യായത്തിൽ ഭാഷ്കളനെയും ദുർമുഖനെയും ദേവി കൊല്ലും. ശസ്ത്രാസ്ത്ര വിദ്യാചതുരന്മാരായ ഭാഷ്കള, ദുർമുഖന്മാർ രാജാവിനെ ആശ്വസിപ്പിച്ചതിന് ശേഷം യുദ്ധത്തിന് ഒരുങ്ങി ദേവിയുടെ സമീപത്തേക്ക് പുറപ്പെട്ടു. മതോദ്ധതരായ അവർ ദേവിയുടെ അടുത്തെത്തി ഇടിവെട്ടുന്ന ശബ്ദത്തിൽ പറഞ്ഞു, വരാങ്കനെ, ദേവന്മാർ ജയിച്ചവനും ഞങ്ങളുടെ നാഥനുമായ മഹിഷാസുരനെ അവിടുന്ന് വരിക്കൂ. നിന്നിൽ അവന് വളരെയധികം പ്രേമവുമുണ്ട്. ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്ന ഭൗതിക സുഖം ആ വീരനെ കാന്തനാക്കിയാൽ ഭവതിക്ക് ലഭിക്കും. പോത്തിനെ. ദേവി പറഞ്ഞു, അവിവേകിയായ ആധവനെ വരിക്കാൻ അവനിൽ എനിക്ക് പ്രിയമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? തന്നെക്കാളും കുലമഹിമയും ബുദ്ധി സാമർഥ്യവുമുള്ള പുരുഷന്മാരെ മാത്രമേ പെൺമണികൾ ആഗ്രഹിക്കുകയുള്ളൂ. മൃഗങ്ങളിൽ വെച്ച് നികൃഷ്ടനായ പോത്തിനെ ഏത് സ്ത്രീയാണ് മോഹിക്കുക? നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പോയി പറയുക, ഒന്നുകിൽ പാതാളത്തിലേക്ക് പോകുക. ഇത് തന്നെ ഞാൻ പലവട്ടായി നിങ്ങളോട് പറയുന്നത്, ഇനിയും പറയുന്നത് തന്നെ. അല്ലെങ്കിൽ യുദ്ധത്തിന് ഇറങ്ങുക. എന്നെ ജയിച്ചാൽ മാത്രമേ നിനക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായി താമസിക്കാൻ സാധിക്കൂ. ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് ദൈത്യന്മാർ ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകളുമായി യുദ്ധത്തിന് തയ്യാറായി. ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ദേവി നിർഭയായി യുദ്ധത്തിന് ഒരുങ്ങി. ദൈത്യൻ ശരബാണങ്ങൾ ഇടമുറിയാതെ ദേവിയുടെ നേർക്ക് തൊടുത്തു വിട്ടു. ദേവിയും അസ്ത്രങ്ങൾ ദൈത്യരുടെ നേർക്കയച്ചു. ഭാഷ്കലനാണ് ആദ്യം യുദ്ധം തുടങ്ങിയത്. ദുർമുഖൻ കാഴ്ചക്കാരനായി നിന്നു. മൂർത്ത ശരങ്ങളെ ഭാഷ്കളൻ ദേവിയുടെ നേർക്കയച്ചു. ദേവി അതൊക്കെ തന്നെയും ഖണ്ഡിച്ചിട്ടു. പിന്നീട് അവൻ ഗദയും പരിഘവും എടുത്ത് ദേവിയെ ആക്രമിക്കാൻ തുടങ്ങി. വിഷലിപ്തമായ ബാണങ്ങൾ ദേവി അവന്റെ നേർക്കയച്ചു. അവയൊക്കെ ആ ദൈത്യനും ഖണ്ഡിച്ചു. കോപം കൊണ്ട് അട്ടഹസിച്ച് ദേവി അർദ്ധചന്ദ്രാകൃതിയുള്ള ഒരു അമ്പെടുത്ത് ദൈത്യന്റെ നേർക്ക് വിട്ടു. ഉടനെ തന്നെ ഭാഷ്കളൻ ഗദയെടുത്ത് ദേവിയുടെ നേർക്ക് പാഞ്ഞെടുത്തു. ഉടനെ ദേവി ശൂലമെടുത്ത് അവന്റെ മാറിനെ ലക്ഷ്യമാക്കി കുത്തി അവനെ വധിച്ചു. ഭാഷ്കളനെ വധിച്ചു. ഭാഷ്കളൻ മരിച്ചു എന്നറിഞ്ഞ് ദൈത്യന്റെ സേന ഛിന്ന ഭിന്നമായി 4 ഭാഗത്തേക്ക് ഓടിപ്പോയി. വാനിൽ നിന്ന് ജയഘോഷങ്ങൾ മുഴങ്ങി.
ഭാഷ്കളൻ മരിച്ചു വീണപ്പോൾ ദുർമുഖൻ ദേവിയോട് യുദ്ധത്തിനായി പുറപ്പെട്ടു. ദൈത്യന്റെ വരവ് കണ്ട് ദേവി ശംഖനാദവും ജയഘോഷങ്ങളും മുഴക്കി. ഇത് കണ്ട് രോഷാകുലനായ ദുർമുഖൻ അയച്ച ബാണങ്ങളെ ദേവി നിഷ്പ്രയാസം ഖണ്ഡിച്ചു. ദൈത്യന്മാരുടെ ശവശരീരങ്ങളെ കഴുകനും മറ്റും കൊത്തിവലിച്ച് കീറി. ആ മാംസത്തിന്റെ ദുർഗന്ധം കൊണ്ട് വായുവാണെങ്കിലോ മലിനമായി എന്നല്ലേ പറയണ്ടു. ഈ ഭീകര കാഴ്ച കണ്ട് ദുർമുഖൻ കലി തുള്ളിക്കൊണ്ട് ദേവിയോട് പറഞ്ഞു, കുട്ടിക്കളി മാറാത്ത നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ മനുഷ്യനെ സേവിക്കാൻ എൻ്റെ കൂടെ വരിക. ദേവി പറഞ്ഞു, എടാ ഷഠാ, നിനക്ക് മരണം അടുത്തിരിക്കുന്നു, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പുലമ്പുന്നത്. ഭാഷ്കളനെ കൊന്ന മാതിരി നിന്നെയും ഞാൻ കൊല്ലുന്നുണ്ട്. ഒന്നുകിൽ നീ ഇവിടെ നിന്ന് പോവുക, അല്ലെങ്കിൽ ഞാൻ നിന്നെയും ആ പോത്തിനെയും വധിക്കുന്നുണ്ട്. ഇത് കേട്ട് രോഷം പൂണ്ട ദുർമുഖൻ ചണ്ഡികയുടെ നേർക്ക് ശരങ്ങളായി തൊടുത്തു വിട്ടു. ആ ശരങ്ങളെല്ലാം ദേവി ഖണ്ഡിച്ചു. അവരുടെ യുദ്ധം കണ്ട് യുദ്ധക്കൊതിയന്മാർക്ക് ഉത്സാഹമേറി വന്നു. ചിലരൊക്കെ പേടിച്ചരണ്ട് ഓടിപ്പോവുകയും ചെയ്തു. യുദ്ധത്തിൽ താല്പര്യമില്ലാതെ പേടിച്ചോടി. ദേവി തന്റെ അമ്പുകളെ കൊണ്ട് ദൈത്യന്റെ കയ്യിലുള്ള ചാപത്തെ മുറിച്ചിട്ട് അവന്റെ തേരിനെയും തകർത്ത് തരിപ്പണമാക്കി. തേര് തകർന്നത് കണ്ട് ദുർമുഖൻ ഗതയെടുത്ത് രോഷാകുലനായ ദേവിയുടെ നേർക്ക് പാഞ്ഞു ചെന്നു. ആ ഗത കൊണ്ട് ദേവിയുടെ വാഹനം ആയ സിംഹത്തിന്റെ തലക്കടിച്ചു. ഒട്ടും കൂസാതെ തന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈത്യന്റെ ശിരസ് ദേവി തന്റെ വാൾ കൊണ്ട് കൊയ്തെടുത്തു. വാനവർ ജയഘോഷം മുടക്കി. വാനിൽ നിന്ന് പുഷ്പവൃഷ്ടിയുമുണ്ടായി. ദേവന്മാര്, ഗന്ധർവന്മാര്, ഋഷീശ്വരന്മാര്, സിദ്ധവിദ്യാധര കിന്നരന്മാർ തുടങ്ങിയവർ ദൈത്യന്റെ മരണം കണ്ട് ആഹ്ലാദിച്ചാർത്ത് വിളിച്ചു, കോലാഹലം കൂട്ടി. അങ്ങനെ ഭാഷ്കള ദുർമുഖവധം എന്ന 13-ാം അധ്യായം ഇവിടെ സമർപ്പിച്ചു. ഇനി താമ്രചിക്ഷുരവധം. ദേവി ഓരോരാളെ വധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഭാഷ്കളനും ദുർമുഖനും യുദ്ധത്തിൽ വധിക്കപ്പെട്ടതറിഞ്ഞ മനുഷ്യൻ എന്ത് പറഞ്ഞുന്നോ, ദേഷ്യമര് പറിച്ചു. എന്നിട്ട് ദൈത്യന്മാരോട് പറഞ്ഞു, വീരശൂര പരാക്രമികളായ നമ്മുടെ സേനാധിപന്മാർ ഒരു പെണ്ണിനോട് ഏറ്റുമുട്ടി മരിച്ചു അത്രേ. ആശ്ചര്യം തന്നെയല്ലേ ഇത്. ഇനി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുവിൻ. മഹിഷന്റെ വാക്കുകൾ കേട്ട മന്ത്രി ചിക്ഷുരൻ പറഞ്ഞു, രാജൻ, ആ പെണ്ണിനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് വധിക്കും. സ്ത്രീവധത്തിന് ഇത്രയധികം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും പറഞ്ഞ് സൈന്യതലവനായ താമ്രനെയും കൂട്ടി ചിക്ഷുരൻ പടക്കളത്തിലേക്ക് പുറപ്പെട്ടു. സൈന്യങ്ങളുടെ ആരവന്തിക്കുകളിൽ അലയടിച്ചു. അതിന് മറുപടിയായി ദേവി ചെറുതായി ഞാണൊലിയും ഖണ്ഡാനാദവും മുഴക്കുകയും ചെയ്തു. ആ ശബ്ദത്തിന്റെ മുഴക്കം കേട്ട് ദാനവ സൈന്യം പേടിച്ചു വിറച്ചു. പോകാൻ പുറപ്പെട്ട ദാനവരെ വിളിച്ച് ചിക്ഷുരൻ ക്രോധപൂർവ്വം പറഞ്ഞു, ദേഷ്യത്തോടെ പറഞ്ഞു, ഇത് ഞാൻ കളിച്ചു കൂട്ടും നിങ്ങള്. എന്തിനാണ് നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നത്? ആ മതഗർഭിതയായ പെണ്ണിനെ ഞാൻ കൊല്ലും. ഈ രണാങ്കണത്തിൽ പേടി കൂടാതെ നിൽക്കുക. കാണണ്ടേ എന്റെ യുദ്ധപാടവം കാണണ്ടേ? ചിക്ഷുരൻ അമ്പും വെല്ലുമെടുത്ത് ദേവിയുടെ അടുത്തെത്തി. അല്ലയോ സുന്ദരി, എന്തിനാണിങ്ങനെ ഉച്ചത്തിൽ അലറി മറ്റുള്ളവരെ പേടിപ്പിക്കുന്നത്? അതുകൊണ്ടൊന്നും ചിക്ഷുരൻ ഭയപ്പെടില്ല കേട്ടോ. സ്ത്രീവധം ചെയ്താൽ അകീർത്തി സംഭവിക്കുമെന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വധിക്കാൻ ഉപേക്ഷ കാണിക്കുന്നത്. അല്ലെങ്കിൽ അകീർത്തിയേ ഇല്ല ഇവർക്ക്. സുന്ദരി, ഒരു പിച്ചിപ്പൂ എടുത്തെറിഞ്ഞാൽ പോലും വേദനിക്കുന്ന നിന്റെ പൂടലിൽ എങ്ങനെ മൂർച്ചയുള്ള ശസ്ത്രങ്ങളെ ഏൽപ്പിക്കും? എങ്ങനെയാണ് കൂരമ്പുകൾ കൊണ്ട് ഈ മൃദുലമായ ഉടൽ കീറി മുറിക്കുന്നത് ഞാൻ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ യുദ്ധം ചെയ്യാതിരിക്കുന്നത്. കവികൾ പറയുന്നു, യുദ്ധത്തിൽ മരിച്ചാൽ വീരസ്വർഗം ലഭിക്കുമെന്ന്. സുന്ദരി, നീ സുരവൈരിയായ മനുഷ്യനെ വരിച്ചാലും നിനക്ക് സ്വർഗം ഇവിടെ നിന്ന് തന്നെ ലഭ്യമാകും. ഇങ്ങനെ പറഞ്ഞ മന്ത്രി ചിക്ഷുരനോട് ചോദിച്ചു, നിനക്ക് നീതിശാസ്ത്രത്തിനെ പറ്റി ഒന്നും അറിയില്ല അല്ലേ? നല്ലതറിയാമോ നിനക്ക്? നീ ഒരു മൂർഖനെ സേവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനാൽ തന്നെ നീ അതിമൂർഖനും ആയിപ്പോയി. കെട്ടോനെ തൊട്ടോനും കെടും. രാജധർമ്മത്തെ പറ്റി ഒന്നും അറിയാത്ത നീ എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയാണ് പുലമ്പുന്നത്? മനുഷ്യനെ കൊന്ന ചോരക്കളത്തിൽ വെന്നിപ്പൊടി പറപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകാം. ചുരന്മാർക്ക് ദ്രോഹം ചെയ്യുന്ന ആ മതോദ്ധതനെ ഈ യുദ്ധക്കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. എന്തിനെങ്ങനെ ഒളിച്ചിരിക്കുന്നത് അയാള്? അല്ലെങ്കിൽ വേഗം പാതാളത്തിലേക്ക് സൈന്യങ്ങളെയും കൂട്ടി പോകട്ടെ. ദേവിയുടെ വാക്കുകൾ കേട്ട് മതഗർഭിതനായ ദൈത്യൻ ദേവിയുടെ നേർക്ക് ശരങ്ങളയച്ചു. ദേവിയാണെങ്കിലോ സർപ്പതുല്യമായ ശരങ്ങളെ കൊണ്ട് ദൈത്യന്റെ ബാണങ്ങളെ ഖണ്ഡിച്ചു. ദേവിയോടെ ഇവര് കളി. ഉടനെ തന്നെ ദേവി ഗതയെടുത്തിട്ട് തേരിലിരുന്ന് യുദ്ധം ചെയ്യുന്ന ചിക്ഷുരനെ ആഞ്ഞടിച്ചു. ഒരൊറ്റ അടി.
ആ ഗദാഘാതത്തിന് ചിക്ഷരൻ മൂർച്ഛിച്ച് നിലത്ത് വീണു. ചിക്ഷരൻ വീണത് കണ്ട് പരാക്രമിയായ താമ്രൻ ദേവിയോട് ഏറ്റുമുട്ടി. അവനോട് ചണ്ഡിക പറഞ്ഞു, ആയുസ് തീരാറെ നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ആ മനുഷ്യൻ തന്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഗൃഹത്തിൽ അടച്ചിരിക്കുകയാണോ? ദുരാത്മാവായ ആ പാവി ജീവിച്ചിരിക്കെ നിങ്ങളെ കൊന്നിട്ട് എന്ത് ഫലം? അതുകൊണ്ട് നിങ്ങൾ പോയി മനുഷ്യനെ ഇങ്ങോട്ട് പറഞ്ഞേക്കൂ. ഇത് കെട്ട് രോഷാവുന്ന താമ്രൻ ചെവിയോട് ഞാൻ വലിച്ചമ്പുകൾ അയക്കാൻ തുടങ്ങി. ദേഷ്യം കൊണ്ട് കലങ്ങിയ കണ്ണുകളുടെ ദേവിയും ശത്രുനിഗ്രഹത്തിനായി ബാണങ്ങൾ അയച്ചു. അപ്പോഴേക്കും ബോധം തെളിഞ്ഞ ചിക്ഷുരനും യുദ്ധത്തിന് വന്നു. രണ്ട് ദാനവ വീരന്മാരുമായി ജഗദംബ ഘോരഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ദേവി ദാനവരുടെ മാർച്ചട്ടക്ക് കീറി മുറിച്ചു. ദേവിയും താമ്രനുമായുള്ള യുദ്ധം കണ്ട് വാനവർ ആകാശത്തിൽ വിസ്മയാധീനരായി നിന്നു. പെട്ടെന്ന് താമ്രൻ എന്ത് ചെയ്തുന്നോ, ഇരുമ്പുലൊക്കെ എടുത്ത് ദേവിയുടെ വാഹനമായ സിംഹത്തിന്റെ തലയിൽ ആട്ടിച്ച് ഉറക്കെ അട്ടഹസിച്ചു. ആ അട്ടഹാസം കേട്ട് ക്രുദ്ധയായ ദേവി തന്റെ ഖഡ്ഗം കൊണ്ട് താമ്രന്റെ തല തെറിപ്പിച്ചു. നിലത്ത് വീഴും മുമ്പ് താമ്രൻ ശിരസില്ലാതെ വട്ടം കറങ്ങി. ആ കബന്ധം ഇങ്ങനൊന്ന് കറങ്ങി 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 വീണു. താമ്രൻ വീണത് കണ്ട് ചിക്ഷരൻ ക്രോധത്തോടുകൂടി വാളുമായി തന്റെ നേർക്ക് വരുന്നത് കണ്ട് ദേവി ബാണങ്ങളെടുത്ത് അവന്റെ നേർക്കൊന്ന് പ്രയോഗിച്ചു. ആ ബാണങ്ങളേറ്റ് ചിക്ഷരന്റെ ശിരസും അവന്റെ ഉടലിൽ നിന്ന് വേർപെട്ടു. സൈന്യങ്ങൾ പേടിച്ച 2-4 ഭാഗത്തേക്ക് ഓടിപ്പോയി. ദൈത്യവധം കണ്ട് സന്തുഷ്ടരായ വാനവർ ആഹ്ലാദം കൊണ്ട് മതിമറന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. ആകാശത്തുനിന്ന് ജയഘോഷം മുഴങ്ങുകയും ചെയ്തു. മാത്രമല്ല ഋഷീശ്വരന്മാരും ദേവന്മാരും ഗന്ധർവന്മാരും ജയ ജയ എന്ന് പലവട്ടം ഉദ്ഘോഷിക്കുകയും ചെയ്തു. അങ്ങനെ സാമ്രചിക്ഷുരവധം എന്ന 14-ാം അധ്യായം ജഗദംബികയുടെ പൊന്നുണ്ണിക്കണ്ണന്റെയും പാദങ്ങളിൽ നമ്മൾ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.